ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ ദൈവം യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വലിയ വിജ്ഞാനികളാണെന്ന് നമ്മൾക്ക് തന്നെ തോന്നരുത്. നമ്മളുടെ വിവേകത്തിൽ നമ്മൾ ഊന്നുകയും ചെയ്യരുത്. യഹോവയെ ഭയപ്പെട്ടുകൊണ്ട് യഹോവയുടെ വഴിയിൽ കൂടെ നടക്കും അല്ലേ. നമ്മൾ തന്നെ വലിയ വിജ്ഞാനികളാണെന്നും നമുക്ക് വളരെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആൾക്കാരൊക്കെ ആണെന്ന് വിചാരിച്ചു നമ്മൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ഇങ്ങനെ പിടിച്ചു കിടന്നുകൊണ്ട് അതനുസരിച്ചുള്ള കാര്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് നാശത്തിലേക്കാണ്. ദൈവത്തിൻ്റെ വഴി മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള റൈച്ചസ് ആയിട്ടുള്ള വഴി അല്ലെ. അതിലേ നടക്കണമെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ആവശ്യമുണ്ട്. ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മൾ ദൈവത്തിന്റെ വഴി കൂടെ റൈച്ചസ് ആയിട്ടുള്ള പാത്ത് വഴി നടത്തുന്ന ഹോളി സ്പിരിറ്റ് ഗോഡാണ്. അപ്പൊ അങ്ങനെയാകുമ്പം നമ്മളെ തന്നെ ദൈവത്തിന്റെ കൈകളിലേക്ക് സമർപ്പിക്കേണ്ടത് ആവശ്യമുണ്ട് അല്ലെ. അല്ലാതെ എന്താ പറയുക, നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളിലും ഒക്കെ പിടിച്ചു തൂങ്ങിക്കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് കറക്റ്റ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ എന്താ പറയുക, നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത്, നമ്മൾ നശിച്ചു പോവുക തന്നെ ചെയ്യും. നമുക്കറിയാം യേശുവിന്റെ വരവ് എത്രയും അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാനുള്ള സമയം അല്ല ഇത് അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. ഞങ്ങളെ സ്വീകരിച്ചതിനായിട്ട്, ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട്, ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്നതിനായിട്ട്, ഞങ്ങളെ പാത്ത് ഓഫ് റൈച്ചസ്നെസ്സിൽ കൂടെ നടത്തുന്നതിനായിട്ട് കർത്താവ്, ഞങ്ങളുടെ നീതിയുടെയും ന്യായത്തിൻ്റെയും വഴിയിൽ കൂടെ കർത്താവ്, ജീവന്റെ വഴി കൂടെ നടത്തുന്നതിനായിട്ട് നന്ദി പറയുന്നു പിതാവേ. നന്ദി പിതാവ്. കർത്താവ് ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ടും പിതാവേ അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. യേശുവെ, ഞങ്ങളോട് സംസാരിക്കുന്ന അപേക്ഷകളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങൾ ടീച്ച് ചെയ്യണം എന്ന് യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് പോകാം. 7-ാമത്തെ ചാപ്റ്ററിന്റെ 37 തൊട്ട് 52 വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. യോഹന്നാന്റെ 7-ന്റെ ജോണിന്റെ 7-ന് 37 തൊട്ട് 52 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. ഇതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ ആ പ്രവാചകൻ ആകുന്നു എന്ന് പറഞ്ഞു. വേറെ ചിലർ ഇവൻ ക്രിസ്തു തന്നെ എന്നും, മറ്റു ചിലർ ഗലീലയിൽ നിന്ന് ക്രിസ്തു വരുന്നത്, ദാവീദിന്റെ സന്തതിയിൽ നിന്ന്, ദാവീദ് പാർത്ത ഗ്രാമമായ ബേത്ലഹേമിൽ നിന്ന് ക്രിസ്തു വരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നില്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നതയുണ്ടായി. അവരിൽ ചിലർ അവനെ പിടിപ്പാൻ ഭാവിച്ചു, എങ്കിലും ആരും അവന്റെ മേൽ കൈവച്ചില്ല. ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്നു ചേവകർ ഉത്തരം പറഞ്ഞു. പരീശന്മാർ അവരോട്, നിങ്ങളും തെറ്റിപ്പോയോ? പ്രമാണികൾ ആകട്ടെ പരീശന്മാരിൽ ആകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ന്യായപ്രമാണം അറിയാത്ത പുരുഷന്മാർ ശപിക്കപ്പെട്ടവരാകുന്ന ഉത്തരം പറഞ്ഞു. അവരിൽ ഒരുത്തനായി മുമ്പേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദെമോസ് അവനോട്, ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ല നമ്മളുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവർ അവനോട്, നീയും ഗലീലക്കാരനോ? പരിശോധിച്ചു നോക്കൂ, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, കൂടാരത്തിന്റെ പെരുന്നാൾ അല്ലെ. കൂടാരത്തിന്റെ പെരുന്നാളിന്റെ സമയത്താണ് യേശു അവിടെ പോയത്, ജെറുസലേമിൽ പോയത്. അപ്പൊ നമുക്കറിയാം, 3 പെരുന്നാളുകൾ നടക്കുമ്പോൾ സകല പുരുഷന്മാരും, ഇസ്രായേലിലെ സകല പുരുഷന്മാരും ജെറുസലേമിൽ പോകണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. പെസഹാന്റെ സമയത്ത്, പാസ് ഓവറിന്റെ സമയത്ത്, പിന്നെ പെന്തക്കോസ്തിന്റെ സമയത്ത്, പിന്നെ കൂടാരത്തിന്റെ പെരുന്നാൾ സമയത്ത്, ഇപ്പൊ എല്ലാ സകല പുരുഷന്മാരും ഇസ്രായേലിന്റെ സകല പുരുഷന്മാരും ജെറുസലേമിൽ ദൈവത്തിനെ കാണുന്നതിന് വേണ്ടി പോകണം. വെറും കൈയായിട്ട് പോകാൻ സാധിക്കത്തില്ല. അവര് ഗിഫ്റ്റുമായിട്ട് പോകണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അപ്പൊ അതിന് പ്രകാരം അല്ലെ എല്ലാവരും അവിടെ ഉണ്ടാകുന്ന ഒരു സമയം അല്ലെ. അപ്പോ നമുക്കറിയാം, അവസാനത്തെ ദിവസം ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ദൈവം യേശു എന്താണ് ചെയ്യാൻ പോകുന്നതിനെ പറ്റി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനെ അല്ലെ, തന്റെ മരണത്തിന് ഉയർത്തതിനു ശേഷം ഹോളി സ്പിരിറ്റ് ഗോഡിനെ അയക്കുന്നതിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, യേശു ഈ ലോകത്ത് ഉണ്ടായിരുന്ന സമയത്ത് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ കൈക്കൊള്ളാൻ സമ്മതിക്കുമായിരുന്നില്ല. അവർക്ക് താല്പര്യം
താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ അതിനുവേണ്ടി പലതരത്തിലുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോ അവര് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ തങ്ങളുടെ അറിവില്, തങ്ങളുടെ വിജ്ഞാനത്തില്, തങ്ങളുടെ വിവേകത്തിൽ അവരിങ്ങനെ പിടിച്ചു തൂങ്ങി കിടക്കും. അതാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 3-ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോ 5ഉം 7ഉം ഒക്കെ വാക്കുകൾ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, നമ്മളുടെ വിവേകത്തിൽ ഊന്നുന്നവരായിരിക്കുന്നത്, നമ്മളുടെ ജ്ഞാനത്തില് നമ്മൾ ഭയങ്കര ജ്ഞാനികളാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരായി. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് കണ്ണുപൊട്ടന്മാരെ പോലെ ആയിരിക്കും അല്ലെ. ഈ ദൈവത്തിന്റെ വചനമാണ് നമുക്ക് പ്രകാശമുള്ളത് അല്ലെ. എൻട്രൻസ് ഓഫ് ദൈവത്തിന്റെ വേർഡ് വെളിച്ചമാണ് നമുക്ക് തരുന്നത് അല്ലെ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോ അല്ലെ, ആ ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ജീവൻ തരുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ പാതയിലെ പ്രകാശം. ഇതൊന്നുമില്ലാതെ ഞാൻ പറയുന്നതാ വലിയ കാര്യം, എനിക്കറിയാവുന്നതാ കാര്യം, അല്ല ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം അത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പരീശന്മാരെ പോലെ ശാസ്ത്രന്മാരെ പോലെ ആയിപ്പോകും അല്ലെ. അവർക്ക് അവരുടെ മുമ്പില് സത്യം നടക്കുമ്പോൾ പോലും, സത്യം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അവർക്ക് വിശ്വസിക്കുന്നവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലെ. അവർക്ക് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കാൻ, ഒന്ന് ചിന്തിക്കാൻ പോലും, അതിനെ അങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്യാൻ പോലും മനസ്സുള്ള ആൾക്കാർ ആയിരുന്നില്ല അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ അന്ന് ഇസ്രായേൽ ഉണ്ടായിരുന്ന, അന്നല്ല ഇന്നും ലോകത്തുള്ള സകല പ്രോഫറ്റുമാരിൽ വെച്ചിട്ട് അല്ലെ, ഏറ്റവും എന്താ പറയുക, ഒരാള് പോലും, ഏറ്റവും വലിയ ആള് പോലും യേശുവിനൊപ്പം വരത്തില്ല. യേശു ദൈവമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇസ്രായേലിൽ വളരെയധികം പ്രോഫറ്റുമാരുണ്ടായിരുന്നു. ഇപ്പൊ എലൈജ എടുത്താൽ എലൈഷയാണെങ്കിലും ഐസയും ജെറമിയയും പിന്നെ എന്താ പറഞ്ഞ എസെക്കിയേലും, അങ്ങനെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരുപാട് പ്രോഫറ്റുമാരുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ മോസസ് ഒരു പ്രോഫറ്റ് ആയിരുന്നല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പം വളരെ അധികം പ്രോഫറ്റുമാർ വന്നെങ്കിൽ പോലും യേശു ചെയ്ത പോലത്തെ ഒരു വർക്ക് ഒരാൾ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. കണ്ണ് പൊട്ടന് കാഴ്ച കൊടുക്കുന്നു, മരിച്ച ആൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, ദുഷിച്ച ആത്മാക്കളെ ആൾക്കാരുടെ ശരീരത്തിൽ നിന്ന് ഓടിക്കുന്നു അല്ലെ. എന്താ പറയുക, അങ്ങനെ ഒരു 5000 പേര് 4000 പേര് പുരുഷന്മാർ അല്ലെ, അതിന്റെ ഒപ്പത്തിനൊപ്പം സ്ത്രീകളും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവരെല്ലാം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ പല പല രീതിയിലുള്ള കാര്യങ്ങൾ യേശു ചെയ്ത പോലെ ഒരു വ്യക്തി പോലും അന്നേ വരെ ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയും വലിയ കാര്യങ്ങൾ തങ്ങളുടെ മുമ്പിൽ നടക്കുമ്പോൾ പോലും എന്നിട്ടും കൂടെ യേശുവിനെ എന്താ പറയാ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാനോ, ആരാണെന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാനോ അതൊന്നും താല്പര്യമില്ലാത്ത വ്യക്തികളായിരുന്നു പരീശന്മാരും ശാസ്ത്രിമാരും അല്ലെ. അവര് എന്താ പറഞ്ഞ അവരുടെ ടീച്ചിങ് കൊണ്ട്, അവര് പഠിപ്പിച്ചത് കൊണ്ട് പല ആൾക്കാരും വഴിതെറ്റി പോവുകയും ചെയ്യുന്നു അല്ലെ. പുരുഷന്മാരുടെ ഇടയിൽ തന്നെ, പുരുഷാരത്തിന്റെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായമുള്ള, ചിലർ പറയുന്നു യേശു പ്രോഫറ്റ് എന്ന് പറയുന്നു, ചിലർ പറയുന്നു എന്താ പറയാ ക്രിസ്തു ആണെന്ന് പറയുന്നു, മെസ്സയ അല്ലെ രക്ഷകനാന്ന് പറയുന്നു, ചില ആൾക്കാർ പറയുന്നു ഇല്ല അങ്ങനെയല്ല, ഗലീലയിൽ നിന്ന് എങ്ങനെ ഇതൊക്കെ ഉണ്ടാകാൻ പറ്റും എന്നല്ല, ഗലീലയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ എങ്ങനെ വരും എന്നതിനെ പറ്റി സംസാരിക്കുന്നു അല്ലെ. അപ്പോ എന്താ പറയണേ, യേശുവിനെ പിടിക്കാൻ പറഞ്ഞു വിട്ട ഈ പരീശന്മാരും ശാസ്ത്രജ്ഞരും പറഞ്ഞു വിട്ട് ഓഫീസേഴ്സ് എന്നാണ് ഇവര് പറയുന്നത്, തിരിച്ചു വന്ന് പറഞ്ഞ അദ്ദേഹം സംസാരിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു സംസാരം, അതേപോലെ ആരും തന്നെ സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു വളരെയധികം യുണീക്ക് ആയിട്ടുള്ള ആളായിരുന്നു ചുരുക്കം. പക്ഷെ ഇവര് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ മനസ്സിന്റെ കട്ടി കാരണം അവര് എന്താ ഇല്ല ഞങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായില്ലെന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ, ഒരു ഹൃദയത്തിന്റെ കട്ടിയില് ഇവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു. അപ്പൊ നമുക്കറിയാം ഇവര് ആ സമയത്ത് ഇവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഇവരുടെ ഉള്ളില് ഉണ്ടായിരുന്ന ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിശാചിന്റെ ആത്മാവല്ല, റിലീജിയസ് സ്പിരിറ്റ് അല്ലെ. റിലീജിയസ് സ്പിരിറ്റ് എന്നുള്ള ഒരു ആത്മാവ് അല്ലെ, എന്താ പറയാ പിശാചിൽ നിന്നുള്ള ഒരു ആത്മാവാണ് ഇവരെ ഉള്ളിൽ വസിച്ചുകൊണ്ടിരുന്നത്. ഇവരെ ഉള്ളില് എന്താ പറയാ ജീവിച്ചുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ ഈ പരീശന്മാരെ ശാസ്ത്രിമാര്. അപ്പൊ അങ്ങനെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പാപം എവിടെയുണ്ടോ, പാപം ദൈവത്തിനോട് ഏറ്റവും പറഞ്ഞ് മാപ്പ് ചോദിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിലെ ഒരു തുറന്ന വാതിലാണ് പിശാചിന് നമ്മുടെ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ളത് അല്ലെ. ഇവന്മാര് ഇവരുടെ ഈ പരീശന്മാരും ശാസ്ത്രജ്ഞരും അവരുടെ ഹൃദയത്തിന്റെ കട്ടി കൊണ്ട്, അഹങ്കാരവും അല്ലെ തന്നിഷ്ടവും ഒക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് മലിനമായിട്ടുള്ള ഒരു ജീവിതം ഇവർ നയിച്ചുകൊണ്ട്, ഇവര് ഹൃദയം വളരെയധികം മലിനമായിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കുമ്പോ ഇവര് എന്താ പറയണേ അത് പാപമാണല്ലോ. അപ്പൊ പാപം കൊണ്ട് ഇവരുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ എന്താ പറയണേ ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പിശാചിന്റെ ആത്മാവാണ് ഇവരുടെ ഉള്ളിൽ, പിശാചിന്റെ സ്പിരിറ്റുകളാണ് ഇവന്റെ ഉള്ളില്
ഇവരുടെ ഉള്ളിൽ എന്താ പറയുക പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് ഒരു വിധത്തിലും എന്താ പറയുക ദൈവമുണ്ട് യേശുക്രിസ്തുവായിട്ട് ഇവർക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്. പിന്നെ ഇവര് മനുഷ്യരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യവും അത് വളരെ തെറ്റായിട്ടുള്ള കാര്യം. ഇവരായിരുന്നല്ലോ അല്ലെ, ഇവര് ശാസ്ത്രിമാരൊക്കെ ആയിരുന്നു അവിടുത്തെ ടീച്ചറും. അപ്പൊ നിക്കോഡിമസ്, നമുക്കറിയാം നിക്കോഡിമസ് യേശുവിനോട് താല്പര്യമുള്ള ആളായിരുന്നു. നിക്കോഡിമസ് യേശുവിനെ കാണാൻ പോവുകയും ചെയ്തിരുന്നു അല്ലെ. മൂന്നാമത്തെ ചാപ്റ്റർ, യോഹന്നാന്റെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കാണുന്ന അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും യേശു ഇങ്ങനെ ചോദിക്കുന്നു, നീ ടീച്ചറല്ലേ അല്ലെ, ഇസ്രായേലിൽ എന്നിട്ടും കൂടെ എന്താ പറയുക സാൽവേഷനെ പറ്റിയ കാര്യങ്ങൾ അറിയത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ചോദ്യം യേശുക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവർക്ക് എന്താ പറയുക നിക്കോഡിമസിന് യേശുക്രിസ്തുവിനോട് താല്പര്യമുണ്ടായിരുന്നു. നിക്കോഡിമസ് എന്താ പറയുക യേശുവിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഇവര് എന്താ പറയണേ പരീശന്മാർക്ക് ആ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവര് പരീശന്മാര് മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലെ, മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിലുള്ള ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ശരിയായിട്ടുള്ള രീതിയിലുള്ള പഠിപ്പിക്കൽ ഒന്നും ആയിരുന്നില്ല അവർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അതുകൊണ്ടാണ് ഗലീലയിൽ നിന്ന് എങ്ങനെ ഒരു എന്താ പറയുക രക്ഷകൻ വരും എന്നുള്ള ക്വസ്റ്റ്യൻ ഇവർ ചോദിക്കാനുള്ള കാര്യം ഉണ്ടാവുന്നത് അല്ലെ. ഇവർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന റോങ് എന്നുള്ള പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഗലീലയെ പറ്റി നമുക്കിപ്പോ ഒന്ന് പറയുവാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗലീലി യേശു തന്റെ പബ്ലിക് ആയിട്ടുള്ള മിനിസ്ട്രി തുടങ്ങിയത് ഗലീലി വെച്ചാണ്. അപ്പൊ നമുക്കറിയാം മത്തായി സുവിശേഷത്തിന്റെ 4-ാമത്തെ ചാപ്റ്ററിൽ 12 തൊട്ടുള്ള വാക്കുകളൊക്കെ നമുക്കറിയാം. യേശുവിനെ പറ്റി പറയുന്നു അല്ലെ, ഗലീലയിൽ യേശു തന്റെ പ്രവർത്തനം നടത്തും എന്നുള്ളതിനെ പറ്റി ഐസയ്യ പ്രോഫസി ചെയ്തതിന്റെ കോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ യേശു തന്റെ ഫാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് യേശു തിരിച്ച് എന്താ പറയുക തന്റെ പബ്ലിക് മിനിസ്ട്രി ആദ്യമായിട്ട് സ്റ്റാർട്ടാകുന്ന സമയത്ത് നമുക്കറിയാം യോഹന്നാൻ അല്ലെ, ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കാരാഗ്രഹത്തിലേക്ക് ഇടുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് യേശു പോകുന്നത് ഗലീലയിലേക്കാണ് അല്ലെ. ഗലീലി പ്രത്യേകത ഉള്ള സ്ഥലമാണ് അല്ലെ. അപ്പൊ അവിടെ പോകുന്നതും യേശു ആദ്യമായിട്ട് തന്റെ എന്താ പറയുക മിനിസ്ട്രി സ്റ്റാർട്ടാകുന്ന ഗലീലയിൽ നിന്നാണ്. തന്റെ ശിഷ്യന്മാരെ കളക്ട് ചെയ്തത് ഗലീലയിൽ നിന്നാണ്. അവസാനം പിന്നെ യേശുവിന്റെ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പിന്നെ യേശു ഗലീലയിലേക്ക് പോകുന്നു എന്നാണ് ദൂതന്മാർ അല്ലെ, ഏഞ്ചൽസ് സ്ത്രീകളോട് അല്ലെ, മേരി മഗ്ദലിനോട് അതുപോലുള്ള സ്ത്രീകളോടും മേരി മഗ്ദലിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളോടും പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ യേശു തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും പോയിരിക്കുന്ന ഗലീലയിലേക്കാണ്. അപ്പൊ ഗലീലി എന്ന് പറയുമ്പോൾ വളരെയധികം പ്രത്യേകതയുള്ള സ്ഥലമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഗലീലി എന്നുള്ളത് പ്രത്യേകതയുള്ള സ്ഥലം, എന്തുകൊണ്ടാണ് യേശു ഗലീലയിലേക്ക് പോകാനുള്ള കാര്യമെന്ന് അല്ലെ എന്ന് നമുക്കൊന്ന് ചിന്തിക്കുവാണെങ്കിൽ നമുക്കറിയാം യേശു ഓരോ കാര്യം ഈ ലോകത്തിൽ ചെയ്തിരിക്കുന്നത്, യേശു ചെയ്തത് തന്നെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഫസികളും ഫുൾഫിൽ ചെയ്യുമായിരുന്നുള്ള യേശു ചെയ്തിരിക്കുന്നത്. യേശു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം സ്ക്രിപ്ചേഴ്സ് എല്ലാം പറയുന്നത് ടെസ്റ്റിഫൈ ചെയ്യുന്നത് എന്നെ പറ്റിയാണ് എന്ന് യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഈ പരീക്ഷന്മാര് ശാസ്ത്ര സ്ക്രിപ്ചേഴ്സ് എല്ലാം ഇങ്ങനെ തലങ്ങും വിലങ്ങും വായിച്ചുകൊണ്ടിരിക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ എന്താ സ്ക്രിപ്ചറുകളിൽ അല്ലെ, ദൈവത്തിന്റെ വചനത്തെ തോറയിലും പ്രോഫറ്റുമാരും അല്ലെ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് അവർക്കൊരു നിത്യജീവൻ കിട്ടും എന്നുള്ള കണ്ടെത്താൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ വിചാരിച്ചുകൊണ്ട് അവരതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ കാര്യം എന്ന് വെച്ചാൽ ഇത് സ്ക്രിപ്ചേഴ്സ് എല്ലാം തന്നെ പറയുന്നത് യേശുവിനെ പറ്റി തന്നെയാണ്. യേശു തന്നെയാണ് പറഞ്ഞ കാര്യമാണ് അല്ലെ. അപ്പം ഇവര് നമുക്കറിയാം യേശു സ്ക്രിപ്ചേഴ്സ് ഫുൾഫിൽ ചെയ്യുമായിരുന്നു ചെയ്തത്, അത് ഒന്നാമത്തെ കാര്യം. പക്ഷെ അപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് ദൈവം ഇങ്ങനെയാണ് വെറുതെ യേശുക്രിസ്തു അപ്പൊ പിതാവ് കുറെ പ്രോഫസി കൊടുത്തിട്ടുണ്ട്, ഞാൻ പ്രോഫസി ഫുൾഫിൽ ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് അത് മാത്രമാണോ യേശു ഗലീലയിലേക്ക് പോകുന്നതിന്റെ കാര്യം? ഇപ്പൊ എന്തുകൊണ്ടാണ് ദൈവം അതുപോലുള്ള പ്രോഫസികൾ കൊടുക്കുന്നത് അല്ലെ? എന്തിനാണ് യേശുക്രിസ്തു ഗലീലയിലേക്ക് പോയത്? എന്താണ് ഗലീലയുടെ പ്രത്യേകത അല്ലെ? അപ്പൊ അതിനെപ്പറ്റി പറയാൻ, അപ്പൊ പ്രോഫസിനെ പറ്റി നമുക്കറിയാം. യെശയ്യാവിന്റെ 9 പോകുമ്പോ ഐസയ്യാന്റെ ചാപ്റ്റർ 9-ാമത്തെ ചാപ്റ്ററിന് 1-2 വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു തന്റെ പ്രവർത്തനമാണ് നടത്തും എന്നതിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കില്ല. യെശയ്യാന്റെ 9-1-2 വായിക്കുന്നത് എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവർ സെബുലൂൺ ദേശത്തു നിന്നും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി ജോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുളിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു അല്ലെ. അപ്പൊ ആ പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദൈവം യേശുക്രിസ്തു തന്നെയാണ് അല്ലെ. നമുക്കറിയാം യോഹന്നാന്റെ എഴുതിയ സുവിശേഷത്തിൽ 8-ാമത്തെ ചാപ്റ്ററിൽ യേശു ഇങ്ങനെ
പറയുന്നുണ്ട് അല്ലെ, ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കൈക്കൊള്ളാൻ പരീശന്മാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പൊ യേശു ഇങ്ങനെ പറഞ്ഞു 8-ാമത്തെ ചാപ്റ്ററിലെ 12-13 ഒക്കെ വാക്കുകൾ, യോഹന്നാന്റെ 8-ന്റെ 12-13 ഒക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാവുന്നു, എന്നെ ഫോളോ ചെയ്യുന്നവര് അവര് ഇരുട്ടിൽ നടക്കത്തില്ല, അവരുള്ളിൽ എന്താ ഉള്ളു, ജീവന്റെ വെളിച്ചമുണ്ടാവും എന്ന് പറയുമ്പോ നീ നിന്നെപ്പറ്റി തന്നെ ടെസ്റ്റ് കൊടുത്തോണ്ടിരിക്കുക, നിന്നെപ്പറ്റി തന്നെ സാക്ഷ്യം കൊടുത്തോണ്ടിരിക്കുക, സാക്ഷ്യം കറക്റ്റായുള്ള സത്യമല്ല എന്ന് പറയുവാണെങ്കിൽ പരീക്ഷ ശാസ്ത്രമായി ചെയ്തു. ദൈവത്തോട് അങ്ങനെ പറയാനുള്ള ഗട്സ് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഇവർ അല്ലെ. അപ്പൊ ഗലീലയെ പറ്റി പറയുവാണെങ്കിൽ തിരിച്ച് ഗലീലയിലേക്ക് തന്നെ വരുവാണെങ്കിൽ അപ്പൊ ഐസയ വഴി ദൈവം കൊടുത്തൊരു പ്രോഫസി അത് ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു കാര്യം. പക്ഷെ ആ പ്രോഫസി വഴി എന്താണ് ദൈവം ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ പറ്റി അപ്പൊ നമുക്കൊരു ഗലീലി എന്ന് പറഞ്ഞത് പറയുന്ന എന്താ പറയുക ഏരിയ അല്ലെ, അത് എന്താ പറയുക നഫ്താലി എന്നുള്ള ട്രൈബിന് പെട്ട ഏരിയ ആയിരുന്നു അല്ലെ. നഫ്താലിക്ക് കൊടുത്തിരുന്ന ഒരു ഏരിയ. അപ്പൊ നമുക്കറിയാലോ ഇസ്രായേലിന് 12 ട്രൈബ് ഉണ്ടായിരുന്നു. പിന്നെ 12 മക്കൾ, ജോസഫിന്റെ 2 മക്കളെയും കൂടെ കൂട്ടി അല്ലെ, അവർക്കും കൂടെയുള്ള ഇൻഹെറിറ്റൻസ്, അവർക്കും കൂടെയുള്ള സ്വത്തുകൾ അല്ലെ, ലാൻഡ്, ഭൂമി കൊടുത്തിട്ടുണ്ടായിരുന്നു ദൈവം. അപ്പൊ ലേവി ഗോത്രത്തിൽപ്പെട്ടവർക്ക് ദൈവം പ്രത്യേകിച്ച് ഒരു ലാൻഡും കൊടുത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവർ കിട്ടിയിരിക്കുന്ന ലാൻഡിൽ നിന്ന് അതിന്റെ പാർട്ടായിട്ട് ഇവർ ജീവിക്കണം എന്നുള്ളതാണ് ദൈവം അവരോട് പറഞ്ഞത്. അങ്ങനെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നതും അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം തന്നെയാണ് ലേവി ഗോത്രക്കാരുടെ ഇൻഹെറിറ്റൻസ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഒരു കാര്യം, നമ്മളെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ ദൈവം റോയൽ പ്രീസ്റ്റ്ഹുഡ് ഹോളി നേഷനും ആക്കിയിരിക്കുക, രാജീയ പുരോഹിത വർഗമാക്കിയിരിക്കുക ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ 1-ാമത്തെ പത്രോസിൽ 2-ാമത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യം, 9-10 വാക്കുകളൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യം, റോയൽ പ്രീസ്റ്റ്ഹുഡ് ഹോളി നേഷൻ, രാജീയ പുരോഹിത വർഗമായിരിക്കുക. അപ്പൊ അങ്ങനെ പുരോഹിത വർഗത്തിൽപ്പെട്ടവർക്ക് ദൈവമാണ് ഇൻഹെറിറ്റൻസ് അല്ലെ. അപ്പൊ അങ്ങനെ അതിനെപ്പറ്റി ദൈവം എന്താ പറഞ്ഞ അവരുടെ സ്വത്ത്, അവരുടെ മുതല് എന്ന് പറഞ്ഞ ദൈവമാണ് അല്ലെ. അവരുടെ എന്താ പറയുക അവകാശം, സ്വത്തും മുതലെന്നല്ല അവകാശം അല്ലെ, പ്രീസ്റ്റ്മാരുടെ അല്ലെ, പുരോഹിത വർഗത്തിന്റെ അവകാശം എന്ന് പറഞ്ഞ ദൈവം തന്നെയാണ് അല്ലെ. അപ്പൊ ലേവി ഗോത്രക്കാർക്ക് സ്ഥലമൊന്നും കൊടുക്കാതിരുന്നുകൊണ്ട്, അവർക്ക് അവരുടേതായിട്ട് അവകാശം കൊടുക്കാതിരുന്നുകൊണ്ട് ദൈവം കാണിച്ചതെന്ന് വെച്ചാൽ നമ്മള് യേശുവിന്റെ രക്ഷകരെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മള് രാജീയ പുരോഹിത വർഗമാകുമ്പോ ദൈവം തന്നെയാണ് നമ്മുടെ അവകാശം എന്ന് കാണിക്കുന്നതിന് വേണ്ടി അല്ലെ. അപ്പൊ അങ്ങനെ അറിയാം നമുക്ക് എന്താ പറഞ്ഞ ലേവിക്കാർക്ക് പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ലല്ലോ. അപ്പൊ ബാക്കി നഫ്താലിക്കും അങ്ങനെ ബാക്കി വരുന്ന 11 പേരും, പിന്നെ ആ 11 പേരില് ജോസഫിന്റെ 2 മക്കൾ കൂടി, എഫ്രൈം മനശ്ശെക്കും കൂടെ എല്ലാം കൂടെ കൂട്ടി 12 ട്രൈബ് അല്ലെ. 12 ലേവിനെ ഞാൻ ഒഴിച്ചു നിർത്തുവാണ്. ആ 12 ട്രൈബുകാർക്കും ദൈവം എല്ലായിടത്തും അല്ലെ, മോസസ് വഴി ആദ്യം പറഞ്ഞു, പിന്നെ ജോഷുവ വഴി എല്ലാ ട്രൈബുകാർക്കും തങ്ങളുടെ ലാൻഡ്, തങ്ങളുടെ ഭൂമി വീതിച്ചു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ വിധിച്ചു കൊടുത്തപ്പോ വന്ന നഫ്താലിക്ക് കിട്ടിയ സ്ഥലമാണ് ഗലീലി എന്ന് പറയുന്ന ഏരിയ. അപ്പൊ ഗലീലിന്റെ ഒരു പാർട്ട് എന്താ പറയുക സിറ്റി ഓഫ് റെഫ്യൂജ് ആയിട്ടും വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കേത നഗരം ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും കൊന്നിട്ട് അല്ലെ, മനഃപൂർവ്വം അല്ലാതെ കൊന്നിട്ട് ഓടി പോകുന്ന ആൾക്കാർക്ക് ചെന്ന് താമസിക്കാൻ പറ്റുന്ന സ്ഥലവും ആണത്. പിന്നെ ഗലീലിയെ പറ്റി പറയുകയാണെങ്കിൽ വേറൊരു കാര്യം പറയട്ടെ, ഇസ്രായേല് 2ആയിട്ട് പകത്തല്ലോ. അപ്പൊ ഡേവിഡിന്റെ സമയത്ത് ഇസ്രായേൽ ഒന്നാക്കി അല്ലെ, ദൈവം ഒന്നാക്കി. അത് കഴിഞ്ഞപ്പോ സോളമൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും, ഡേവിഡിന്റെ മകൻ സോളമൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും, സോളമന്റെ പാപത്തിന്റെ ഭയങ്കരമായിട്ടുള്ള പാപം കാരണം അല്ലെ, സോളമന്റെ മകൻ രഹോബോം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ 2ആയി തിരിഞ്ഞു അല്ലെ, 2ആയി ദൈവം തന്നെ പകുത്തു. 2 ട്രൈബ്, ബെഞ്ചമിനും ജൂഡയും ചേർന്ന് തെക്ക് നാടായിട്ടുള്ള ജൂഡയായി തീർന്നു. ബാക്കിയുള്ള 10 ട്രൈബുകൾ കൂടിയിട്ട്, ഗോത്രക്കാർ മൊത്തം കൂടിയിട്ട് എന്താ പറയുക ഇസ്രായേൽ എന്നുള്ള വടക്കൻ രാജ്യങ്ങളായിട്ട്, നോർത്തേൺ ട്രൈബായിട്ട് തീർന്നു അല്ലെ. അപ്പൊ 2 രാജ്യക്കാരും വളരെയധികം പാപം ചെയ്തു. കൂടേനെ ബാബിലോണിയൻകാർ വന്ന് ഇൻവേഡ് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യം നമുക്കറിയാം അല്ലെ. പിന്നെ നമുക്കറിയാം ഇസ്രായേലിനെ അസേറിയൻകാരെ കൊണ്ട് ദൈവം അവരെ ഇൻവേഡ് ചെയ്യിപ്പിക്കുന്നു. അസേറിയക്കാർ വന്ന ആൾക്കാരെല്ലാം കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ സെബുലൂൻ നഫ്താലി എന്നൊക്കെ പറയുന്ന അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഹെറിറ്റൻസ് എവിടെയെന്ന് വെച്ചാൽ സെബുലൂനും നഫ്താലിന്റെ ബോർഡർ അടുത്തടുത്ത വരുന്ന, അവര് അയൽവക്കംകാരായിരുന്നു, അവര് അടുത്തടുത്ത് വരുന്ന രാജ്യക്കാരായിരുന്നു അല്ലെ. രാജ്യമല്ല, അവരടുത്ത് വരുന്ന എന്താ പറയുന്നത് അടുത്തടുത്ത് കടന്നുവരുന്ന ട്രൈബുകളായിരുന്നു. അവരുടെ ഭൂമിയില വളരെയധികം അടുത്തടുത്ത് വരുന്നത്, അവര് നെയ്ബേഴ്സ് ആയിരുന്നു എന്ന് ചുരുക്കം.
അപ്പൊ അങ്ങനെയാകുമ്പോ അതെന്നൊക്കെ പറഞ്ഞാല് നോർത്തേൺ പാർട്ട് അതിന്റെ ടിപ്പായിട്ട് വരും അല്ലെ. അത് വടക്കൻ ദേശത്തിന്റെ ഏറ്റവും അങ്ങേ അറ്റത്തുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ആദ്യമായിട്ട് തന്നെ വന്ന് എന്താ പറയണേ ഈ ഇപ്പൊ ഏതെങ്കിലും ഒരു രാജാവ് വന്ന് പിടിച്ചടക്കുമ്പോ അത് ആ ബോർഡറിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെയാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നടുക്കോട്ട് വരുന്നതിന് മുമ്പായിട്ട് ബോർഡറിലൊക്കെ കിടക്കുന്ന ആൾക്കാരെയൊക്കെയാണല്ലോ കൊണ്ടുപോകുന്നു അല്ലെ. യുദ്ധം വരുമ്പോൾ ബോർഡറിലുള്ള ആൾക്കാരൊക്കെയാണല്ലോ കൂടുതൽ അനുഭവിക്കുന്നത്. അപ്പൊ ഈ ഗലീലയും ഈ നഫ്താലിയും സെബുലൂനൊക്കെ ആ ബോർഡറിൽ വരുന്ന ആൾക്കാരൊക്കെ ആയിരുന്നുകൊണ്ട് അല്ലെ, ആ ഗലീലി തടാകത്തിന്റെ ഒക്കെ ആ സൈഡിലൊക്കെ അവിടെ വരുന്ന ആൾക്കാരായതുകൊണ്ട് എന്താ വെച്ചാൽ അവരൊക്കെയാണ് ആദ്യമായിട്ടൊക്കെ തന്നെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ രാജാക്കന്മാരിലേക്ക് പോകുമ്പോ 15ാമത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യം അപ്പൊ നഫ്താലിനെ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പൊ ഗലീലിലുള്ള ആൾക്കാരെല്ലാം കൊണ്ടുപോകും. അപ്പൊ അതുപോലത്തെ ഇവരുടെ പാപം കൊണ്ടാന്ന് ചോദിക്കുമല്ലോ. അപ്പൊ എങ്കിൽ പോലും ഇവരുടെ പാപം കൊണ്ടാണെങ്കിൽ പോലും ഇവരെ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോയി അതൊരു നാശത്തിൽ കൂടെ നടന്നു പോയ ഒരു സ്ഥലം അല്ലെ. അപ്പൊ അവര് കഷ്ടപ്പാട് അനുഭവിച്ച സ്ഥലം അവരുടെ തന്നെ പാപത്തിന്റെ പാപം കൊണ്ടാണെങ്കിൽ പോലും എന്താ പറയാ അവര് എനിമീന്റെ ശത്രുവിന്റെ പിടിയിലായപ്പെട്ട് പോയവര്. അപ്പൊ നമ്മളൊന്ന് വിചാരിച്ചു നോക്ക് അല്ലെ. അപ്പൊ അതിനുശേഷം ഗലീലയിലേക്ക് ഉള്ള ആൾക്കാരൊന്നും എന്താ പറയാ പ്യുവർ ആയിട്ടുള്ള ജൂതന്മാരൊന്നും അല്ല അല്ലെ. അപ്പൊ അസേറിയയിൽ നിന്ന് വന്ന ആൾക്കാർ അവര് ഇപ്പൊ ജൂതന്മാരെയൊക്കെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെയൊക്കെ വന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷൻ, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലം അല്ലെ. കുറച്ച് ജൂതന്മാരുണ്ട്. അപ്പൊ പീറ്ററും ജോണും ജെയിംസും ഒക്കെ അവര് ജൂതന്മാരായപ്പോ ബാക്കി കുറെ ആൾക്കാര് മിക്സ്ഡ് ആയിട്ടുള്ള എല്ലാവരും കൂടെ വരുന്നുണ്ട്. അസേറിയന്മാര് വന്ന് കല്യാണം കഴിച്ചു അങ്ങനെയൊക്കെ വരുന്നത്. ഇപ്പൊ നമുക്ക് സമരിയെ പറ്റി തന്നെ അങ്ങനെയല്ലോ പറഞ്ഞത്. പിന്നെ നമുക്കറിയാം റോമൻസ് കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഗലീലി എന്ന് പറയുന്നത് അല്ലെ. ജെറുസലേം പോലെ അല്ലാത്തൊരു സ്ഥലമാണ് ഗലീലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഗലീലിനെ കൊണ്ട് നമ്മളെ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിനെ പറ്റി കാണിക്കുന്നത് അല്ലെ. പാപം കൊണ്ട് ശത്രുവിന്റെ പിടിയിലായി പോയ ലോകം അല്ലെ, അതിനെയാണ് ഗലീലി കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു തന്റെ എന്താ പറയണേ തന്റെ പബ്ലിക് വർക്ക് മിനിസ്റ്റർ സ്റ്റാർട്ട് ആകുന്ന ഗലീലയിൽ നിന്നാണെന്ന് പറയുമ്പോൾ ദൈവം ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു വെറുമൊരു പ്രോഫസി അല്ല. പ്രോഫസി ദൈവം ഇവിടെ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ മകനെ വിടുന്നത് ഇത് കറക്റ്റാണ്. ലോസ്റ്റ് ഷീപ്പ് ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടിയാണ് യേശു വന്നത്. പക്ഷെ അവിടെ കൊണ്ട് മാത്രം കഴിയുന്നില്ല. എന്താ കാര്യമില്ല. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 10ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഇവിടെ ഈ ഇസ്രായേലിലുള്ള ആട്ടുകുഞ്ഞുങ്ങൾ മാത്രമല്ല പുറത്തുള്ളവരും ഉണ്ട്, ആടുകളും ഉണ്ട് അല്ലെ. അതുങ്ങളെയും കൂടെ കൂട്ടാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ എന്ന് പറയുമ്പോൾ യേശു കാണിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ പബ്ലിക് മിനിസ്റ്ററി തുടങ്ങിയ ഗലീലിൽ അതായത് അപ്പൊ ഗലീലി ലോകത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ ആ ലോകത്തിലാണ് ദൈവം തന്റെ മിനിസ്റ്ററി തുടങ്ങുന്നത് അല്ലെ. അപ്പൊ ഇരുട്ടിലുള്ള ആൾക്കാർ, ലോകത്തുള്ള ആൾക്കാർ ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇരുട്ടിലാണെങ്കിൽ ഇരുട്ടിൽ കിടക്കുന്ന ആൾക്കാർക്ക് അവരുടെ മുകളിലേക്ക് വന്നിരിക്കുന്ന പ്രകാശമാണ് യേശു ക്രിസ്തു അല്ലെ. അപ്പൊ തന്റെ മരണത്തിന് ശേഷം യേശു ക്രിസ്തു ഗലീലയിലേക്ക് പോയി. ഉയർത്തെഴുന്നേറ്റ നമ്മുടെ ദൈവം പിന്നെ ഈ ലോകത്തിലേക്ക് വരുന്നത്. അപ്പൊ ലോകത്തിലുള്ള വെളിച്ചമായിട്ടാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു പ്രോഫസി ഗലീലയിൽ നിന്ന് പ്രവാചകൻ വരും. അപ്പൊ യേശുക്രിസ്തു പ്രവാചകനാണെങ്കിൽ അല്ലെ, യേശുക്രിസ്തു പ്രവാചകനാണ്, യേശുക്രിസ്തു സൃഷ്ടാവായ ദൈവമാണ് അല്ലെ. അപ്പൊ യേശുക്രിസ്തു അപ്പോസ്റ്റലനാണ്. അപ്പൊ നമുക്കറിയാം എബ്രായരുടെ ലേഖനത്തിൽ 3ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു അപ്പോസ്റ്റലനാണ് നമ്മളുടെ അല്ലെ, വിശ്വാസത്തിന്റെ അപ്പോസ്റ്റലൻ. അപ്പൊ യേശുക്രിസ്തു ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്, യേശുക്രിസ്തു പാസ്റ്ററാണ്, യേശുക്രിസ്തു പ്രീച്ചറാണ്, യേശുക്രിസ്തു ഇവാഞ്ചലിസ്റ്റ് ആണ്, അപ്പോസ്റ്റലനാണ്, പ്രവാചകനാണ്, പ്രോഫറ്റ് ആണ്, എല്ലാമാണ് യേശുക്രിസ്തു അല്ലെ. എല്ലാമാണ് യേശുക്രിസ്തു അല്ലെ, സൃഷ്ടാവായ ദൈവമാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ പ്രവാചകൻ ഗലീലയിൽ നിന്ന് വരുന്നു എന്നത് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഇവര് ഈ പരീശന്മാര് പറഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലെ. ദൈവം ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഐസയ്ക്കകത്ത് അല്ലെ, യേശയ്യാന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവര് അല്ലെ. ദൈവം യേശയ്യാ വഴി അല്ലെങ്കിൽ ഐസയ്യ വഴി പ്രോഫസി കൊടുത്തിരിക്കുന്നത്. ഇവർ ഈ പരീശന്മാർ ശാസ്ത്രിമാര് അവരെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മോസസിന്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മോസസിന്റെ ശിഷ്യന്മാരാണെങ്കിൽ അവർക്ക് സ്ക്രിപ്ചറുകൾ അല്ലെ, ഈ പ്രോഫറ്റ്മാർ എഴുതിയിരിക്കുന്നതും ബാക്കിയുള്ളത് തോറയൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊന്നും വായിക്കാതെ തങ്ങളെ തന്നെ വിജ്ഞാനത്തിൽ അവരിങ്ങനെ തൂങ്ങിക്കടന്നുകൊണ്ട് തങ്ങൾ പറയുന്ന മാത്രമാണ് കറക്റ്റ് എന്നുള്ള കാര്യം ഒരു അഹങ്കാരത്തോടു കൂടി അവരിങ്ങനെ എന്താ പറയാ മനസ്സിലിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോ അതനുസരിച്ച് ജീവൻ നയിക്കുമ്പോ അവര് പിശാചിന്റെ പാത്രങ്ങളായി തീരും. പിശാചിന് വർക്ക് ചെയ്യാനുള്ള ഒരു വെസലുകളായിട്ട് അവരെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്തു.
അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു മൂവ് അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡ് യേശു വഴി ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു റിവൈവൽ, അപ്പൊ അത് ഇവർക്ക് മനസ്സിലാക്കാതെ പോലെ പോയി അല്ലെ. അപ്പൊ യേശു ജീവിച്ചിരിക്കുന്ന സമയത്താണല്ലോ ഏറ്റവും വലിയ റിവൈവൽ നടന്നു. ഇപ്പോഴും റിവൈവൽ നടക്കുന്നുണ്ട്. പക്ഷെ യേശു ചെയ്ത പോലത്തെ ആ മരിച്ച ആൾക്കാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക അങ്ങനെയൊക്കെ തരത്തിലുള്ള ഒരു റിവൈവൽ അല്ലെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പോളും പീറ്ററും വഴിയൊക്കെ ദൈവം ചെയ്തതല്ല. അപ്പൊ പോളും പീറ്ററൊക്കെ ദൈവത്തെ അനുകരിക്കുക മാത്രം ചെയ്തിരിക്കുന്നത്, യേശുക്രിസ്തുവിനെ അനുകരിക്കുക മാത്രം ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഏറ്റവും വലിയ റിവൈവൽ നടന്നത് യേശുവിന്റെ സമയത്താണെങ്കിൽ ആ ഒരു റിവൈവൽ, ആ ഒരു നല്ലൊരു മൂവ് ഓഫ് ഗോഡ് അല്ല, ഗ്രേറ്റ് ആയിട്ടുള്ള മൂവ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആ ഒരു ഒരു പ്രവൃത്തി ഈ പരീക്ഷമാർക്ക് ശാസ്ത്രിമാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല ചെയ്തത്. കാര്യം എന്ന് വെച്ചാൽ ഇവര് ഇതിനെപ്പറ്റി ഇങ്ങനെ എന്താ പറയുക, തങ്ങൾക്കുള്ള കാര്യങ്ങൾ, തങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ അതാണ് കറക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിക്കാൻ, ഒന്ന് ബെൻഡ് ചെയ്യാനോ അല്ല ഇവർക്കൊന്നും എന്താ പറയണ, ഇത് ഞങ്ങൾ വിചാരിക്കുന്നതിനൊക്കെ, ഞങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാളും അപ്പുറത്തേതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊന്നും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സോ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാനോ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാനോ ഒന്നും ഒരു മനസ്സുള്ള വ്യക്തികളായിരുന്നില്ല ഇവര് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവര്, അപ്പൊ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇവർക്ക് ഇപ്പൊ പ്രോഫറ്റുമാർ എഴുതി വെച്ചതെന്നൊക്കെ ഇവർക്ക് മനസ്സിലായില്ലെന്ന് വിചാരിച്ചു, ഇവര് വായിച്ചതെന്ന് വിചാരിച്ചു. യേശു ഗലീലയിൽ നിന്ന് ജൂഡ വരെ അല്ലെ എപ്പോഴും വന്നും പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ, എപ്പോഴും വരുമായിരുന്നല്ലോ അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ അതിന് യേശു വരുന്ന പോലെ ഇവർക്ക് എന്തുകൊണ്ട് അവിടെ പോയി ആ ഗലീലയിലുള്ള സിനഗോഗിൽ പോയി അല്ലെങ്കിൽ നസറത്തിലെ പോയി യേശുവിനെ പറ്റി ഒന്ന് അന്വേഷിക്കുന്നതിന് തെറ്റെന്തായിരുന്നു ഇവർക്ക് അല്ലെ. ഇവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ലേ? നിക്കോഡമസ് എന്തിനാണ് രാത്രി യേശുവിനെ തിരക്കി പോയി? കാരണം നിക്കോഡമസിന്റെ കാര്യം മനസ്സിലായി, യേശു സാധാരണക്കാരൻ്റെ ഒരു റാബായി അല്ലെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തിന് അറിയണമെന്ന് എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ അല്ലെ, എന്താണ് ഡിഫറൻസ് യേശു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിനാണ് ആ വ്യക്തി പോയത് അല്ലെ. അപ്പൊ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാമായിരുന്നു അല്ലെ. അപ്പൊ തങ്ങളുടെ അറിവിൽ, അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിടിച്ചു കിടക്കുവാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും, അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമുക്ക് കാണാതെ പോലെ നമ്മൾ മിസ് ചെയ്യും, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നടക്കുന്ന കാര്യം കാണാതെ പോകും. അപ്പൊ അങ്ങനെ ആകരുത് നമ്മൾ എന്നാണ് നമ്മുടെ ദൈവം പറയുന്നത് അല്ലെ. ഇപ്പൊ ഇത് അവസാനത്തെ സമയമാണ്, യേശുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മള് എന്താ പറയുക, നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിടിച്ച് നടക്കാൻ ശ്രമിക്കാതെ ദൈവം എന്താണ് ചെയ്യുന്നത് അതും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ഒപ്പം അല്ലെ, ദൈവത്തിന്റെ ഒപ്പം നമുക്ക് മൂവ് ചെയ്ത് മുമ്പോട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവം ചെയ്യുന്ന ദൈവത്തിന്റെ കൈകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അല്ലെ, ദൈവം ചെയ്ത പ്രവൃത്തി നമുക്ക് അലൈൻ ചെയ്തുകൊണ്ട് അല്ലെ, നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന്റെ ഒപ്പം എന്താ പറയാ, ദൈവത്തിന്റെ വഴി കൊണ്ട് നടത്തിക്കൊണ്ട് നമുക്ക് പോകാം മുമ്പോട്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ, നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെ. ദൈവം റാപ്ചർ നടത്തുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഈ ലോകത്ത് നിൽക്കും, ബാക്കിയുള്ളവരെ പോവുകയും ചെയ്യും. അതിനുള്ള ഇടം നമ്മളായിട്ട് വരുത്തി വെക്കരുത് അല്ലെ. മനസ്സിലാക്കുക, ദൈവം ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മള് കുഞ്ഞുങ്ങളെ പോലെ അല്ലെ, കുഞ്ഞുങ്ങളെ പോലെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കും അല്ലെ. കുഞ്ഞുങ്ങളെ പോലെ അല്ലാത്ത, കുഞ്ഞുങ്ങളുടെ മനസ്സ് പോലെ ഹൃദയം പോലെ ഇല്ലാത്ത വ്യക്തികൾക്ക് ഒരാൾക്ക് പോലും ദൈവത്തിന്റെ കിരീടത്തിൽ പ്രവേശനമില്ല. അപ്പൊ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അവരുടെ മാതാപിതാക്കളെ എന്താ പറയാ അനുസരിക്കുന്നത്, സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെയുള്ള ഹൃദയമുള്ളവരായിരിക്കാൻ നമുക്ക്. അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും അല്ലെ. നമ്മുടെ മനസ്സിന്റെ അവസ്ഥ കൊണ്ട്, നമ്മുടെ മനസ്സിന്റെ കട്ടി കൊണ്ട് നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. ദൈവം ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തരുത്. അതാണ് എനിക്കിന്ന് പറയുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു, അങ്ങയുടെ വചനത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി കർത്താവിനോട് ഞങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി സാധിച്ചിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ട് വർക്ക് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ കത്ത് എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ കർത്താവിനോട് പാതകൾ അങ്ങനെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ വഴി കൂടെ നടക്കാനുള്ള ഒരു ടെൻഡൻസി എല്ലാവരും ഉണ്ടെങ്കിൽ കർത്താവ് മാറ്റി കളഞ്ഞുകൊണ്ട് കർത്താവിനോട് പാതകൾ ഞങ്ങളുടെ വഴി കൂടെ നടക്കാനുള്ള പൂർണ്ണ ഹൃദയം സംഭവം ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ കർത്താവ്. അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണം അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ ആമേൻ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ടതിന് ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.